മജ്ജ്‌മ നികായ 18 മധുപിണ്ഡിക സുത്ത്. മധുപിണ്ഡിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേൻ കൊണ്ടുണ്ടായിട്ടുള്ള കേക്ക്, അതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ തേനിൻ്റെ കൂട്, അതെല്ലാം അതിൻ്റെ അർത്ഥമാണ്. ഈ സൂത്രം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ സാധനയിൽ വളരെയധികം മുന്നേറിയ വ്യക്തികൾക്ക് അതിൻ്റെ അർത്ഥം വളരെ പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കും. പക്ഷേ ഒരു സാധാരണ ധ്യാനം ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിക്ക് ഇതിനെപ്പറ്റി ഒട്ടും ധാരണ ഉണ്ടാവില്ല, മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ ഒരു സൂത്രം കൊണ്ട് മാത്രം PhD നേടിയിട്ടുള്ള ആൾക്കാരുണ്ട്, ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഭിക്ഷു ജ്ഞാനാനന്ദ എന്ന ഒരു ശ്രീലങ്കൻ ഭിക്ഷു ഈ സൂത്രത്തെ ആധാരമാക്കി ഒരു തീസിസ് എഴുതിയിട്ടുണ്ട്. അത് ഗൂഗിളിൽ ലഭ്യമാണ്. കൺസെപ്റ്റ് ആൻഡ് റിയാലിറ്റി, അതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആവശ്യമുള്ളവർ ഗൂഗിളിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. 4 സെൻറ്റൻസ് ഉള്ള ബുദ്ധൻ്റെ വചനത്തെ അദ്ദേഹം 150 പേജിലായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഈ സൂത്രം വായിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് ഒരു വാക്കിൻ്റെ അർത്ഥം അറിയണം. പഞ്ഞെത്തി. പഞ്ഞെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ്, ഐഡിയ എന്നൊക്കെയാണ് അർത്ഥം. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു കാറിനെ നോക്കുകയാണെങ്കിൽ കാറിൽ ടയറുണ്ട്, എൻജിനുണ്ട്, ബ്രേക്കുണ്ട്, സീറ്റുണ്ട്, അതേപോലെ തന്നെ ബാക്കി ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുന്ന സമയത്ത് നമ്മൾ അതിന് ഒരു പേര് കൊടുക്കുന്നു, കാർ എന്ന് പറഞ്ഞിട്ട്. അതാണ് അതിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയ എന്ന് പറയുന്ന സാധനം. പക്ഷേ യഥാർത്ഥത്തിൽ അതിനെ നോക്കുകയാണെങ്കിൽ അതൊരു കാറല്ല, കുറേ വീലുകളും സ്റ്റിയറിങ്ങും എൻജിനും എല്ലാം കൂടിച്ചേർന്ന ഒരു സാധനം. അതിനെ നമ്മൾ നമ്മളുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ ഒരു പേര് കൊടുത്തു, കാർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മറ്റ് 2 സത്യങ്ങളുണ്ട്. ഒന്ന് സമ്മുതി സത്യം, 2 പരമർത്ഥ സത്യം. പ്രകടസത്യം, പരമാർത്ഥ സത്യം. നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ നോക്കുന്നു, അപ്പോൾ നമ്മൾ പറയുന്നു അതൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ജീവിയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജന്തുവാണ് എന്ന് പറയുന്നു. പക്ഷേ പരമാർത്ഥ സത്യം എന്താണ്? പരമാർത്ഥ സത്യം എന്ന് പറയുകയാണെങ്കിൽ അതിന് ഒരു രൂപം അല്ലെങ്കിൽ ശരീരമുണ്ട്, മനസ്സുണ്ട്. വീണ്ടും അതിൻ്റെയും പരമാർത്ഥ സത്യം എന്താണ്? നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പലതരം അവയവങ്ങളുണ്ട്. ഹൃദയമുണ്ട്, ശ്വാസകോശമുണ്ട്, വൻകുടലുണ്ട്, ചെറുകടലുണ്ട്, അതേപോലെ തന്നെയുള്ള ബാക്കി ഒരുപാട് അംഗങ്ങളുണ്ട്. ഇതിനെയാണോ മനുഷ്യൻ എന്ന് പറയുക? തീർച്ചയായിട്ടുമല്ല. ഇനി കുറച്ചുകൂടി നമ്മൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനായാലും മറ്റ് ഏതൊരു ജീവിയായി കഴിഞ്ഞാലും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ ആത്യന്തിക സത്യം എന്ന് പറയുന്നത് പഞ്ചഭൂത നിർമ്മിതമാണ്. പക്ഷേ നമ്മൾ അതിന് പല പേരുകൾ കൊടുത്തു, മനുഷ്യൻ, മൃഗം, പക്ഷി, അങ്ങനെ. അതേപോലെ തന്നെ ആത്യന്തികമായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ ഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതിൽ നമ്മുടെ മനസ്സിൽ അവിദ്യ ഉണ്ടെങ്കിൽ, അതായത് അതിനെപ്പറ്റി പൂർണ്ണമായിട്ടുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ആ കാര്യങ്ങളെല്ലാം എൻ്റെയാണ്, അത് എന്നിലാണ്, അത് ഞാനാണ് എന്ന ഒരു മിഥ്യാബോധം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നു. അതുമൂലം ആ ചിന്തകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുമൂലം ആ വ്യക്തി തൻ്റെ സംസ്കാരം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അറിഞ്ഞ ഒരു വ്യക്തി അതിനെ അതേപോലെ തന്നെ കണ്ടുകൊണ്ട് അതിൽ ആസക്തനാകുന്നില്ല. അതുമൂലം ആ പ്രപഞ്ചത്തിൻ്റെ വർധനവ ഉണ്ടാകുന്നില്ല. ഇതാണ് ഈ സൂത്രത്തിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് സൂത്രത്തിൽ പോയി നോക്കാം. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ബുദ്ധൻ കപിലവസ്തുവിൽ ശാക്യന്മാരുടെ ഒരു ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ബുദ്ധൻ രാവിലെ എണീറ്റതിന് ശേഷം ചീവരം അണിഞ്ഞ് ഭിക്ഷപാത്രം എടുത്തുകൊണ്ട് കപിലവസ്തുവിലേക്ക് ഭിക്ഷയ്ക്കായിട്ട് പുറപ്പെട്ടു. കപിലവസ്തുവിൽ അദ്ദേഹം ഭിക്ഷാടനം കഴിഞ്ഞ് തൻ്റെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഭിക്ഷാടനം കഴിഞ്ഞ് തിരിച്ച് അടുത്തുള്ള ഒരു മഹാവനത്തിൽ പ്രവേശിച്ചു. മഹാവനത്തിൻ്റെ ഉള്ളിൽ പോയതിന് ശേഷം അദ്ദേഹം ഒരു കൂവള വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ദിവസത്തിലെ ധ്യാനത്തിന് ഇരുന്നു. അപ്പോൾ ദണ്ഡപാണി എന്ന് പറയുന്ന ഒരു സാക്യനുണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ നടക്കാനിറങ്ങിയായിരുന്നു. ആ ദണ്ഡപാണി എന്ന് പറയുന്ന ആ സാക്യൻ നടന്ന് അതേ കാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ, കാട്ടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞപ്പോൾ ഭഗവാൻ ബുദ്ധനെ കണ്ടതിന് ശേഷം അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. അഭിവാദ്യവും കുശല പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ദണ്ഡപാണി എന്ന ആ ബ്രാഹ്മണൻ
വടി നിലത്തൂന്നി അതിൽ ചാഞ്ഞു നിന്നുകൊണ്ട് ബുദ്ധനോട് ഇങ്ങനെ പറഞ്ഞു: കിം വാദി സമണോ കിം അഖായീതി. ശ്രമണൻ്റെ വാദം എന്താണ്? എന്താണ് താങ്കൾ വിവരിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് താങ്കൾ പഠിപ്പിക്കുന്നത്? താങ്കളുടെ ഫിലോസഫി എന്താണ് താങ്കൾ പഠിപ്പിക്കുന്നത്? അപ്പോൾ ഭഗവാൻ ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു: മിത്ര, എൻ്റെ വാദം ഈ ലോകത്തിലെ ദേവന്മാർ, മാരന്മാർ, ബ്രഹ്മ, ശ്രമണ ബ്രാഹ്മണന്മാർ, ദേവന്മാർ, മനുഷ്യന്മാർ ഇവരുമായിട്ട് ഒരു വിവാദവും ഉണ്ടാക്കാത്തതാണ് എൻ്റെ വാദം. അതായത് ആർക്കും തർക്കമുണ്ടാക്കുന്നില്ല. യഥാചപന കാമേഹി വിസംയുക്തം വിഹരന്തം തം ബ്രഹ്മണം അഗത്തൺഖതിം ചിന്ന കുക്കുച്ഛം ഭവാഭവേ വീതതനഹം സഞ്ജ നാനുസന്തി. ഏതൊരു ബ്രാഹ്മണനുണ്ടോ ആ ബ്രാഹ്മണൻ ഇന്ദ്രിയസുഖങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് സംശയങ്ങൾ ഇല്ലാതാക്കി, മനസ്സിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കി, ഈ ഭവത്തിൽ അല്ലെങ്കിൽ ആ ഭവത്തിൽ ജനിക്കണം എന്ന തൃഷ്ണയെ നശിപ്പിച്ച് അങ്ങനെ ജീവിക്കുന്ന ബ്രാഹ്മണൻ സഞ്ജ നാനുസന്തി, ആ സന്യയെ, ആ സംഖ്യയെ പിന്തുടരുന്നില്ല. ഏവം വാദി ഖോ അഹം ആവുസോ ഏവമഖായാതി. മിത്രമേ, എൻ്റെ വാദം ഇതാണ്, ഞാൻ പഠിപ്പിക്കുന്നത് ഇതാണ്. ബുദ്ധൻ്റെ പല സൂത്രങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ആ സൂത്രം കേൾക്കുന്നത് കൊണ്ട് തന്നെ ശ്രോതാപന്നൻ ആകാൻ സാധിക്കും. അതായത് മുക്തിയുടെ ആദ്യത്തെ സ്റ്റേജ് ലഭിക്കുന്നതാണ്. അതിനാൽ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ പതിക്കുകയും നിങ്ങൾക്ക് ഒരു അറിവ് ഉണ്ടാകുകയും ചെയ്യും, അനുഭവത്തിലുള്ള അറിവ്. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം ഒരിക്കൽ കൂടി നമുക്ക് പരിശോധിക്കാം. ഏതൊരു ബ്രാഹ്മണൻ കാമസുഖത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നുവോ, അതായത് മനസ്സിൽ രാഗം അല്ലെങ്കിൽ തൃഷ്ണ കൊണ്ടുവരുന്നില്ലയോ, ആ സമയത്ത് അവൻ്റെ സംശയങ്ങൾ തീരുന്നു, അവൻ്റെ മനസ്സിലെ പ്രശ്നങ്ങൾ തീരുന്നു, ഏതെങ്കിലും ഭവത്തിലുള്ള ജന്മത്തിനുള്ള തൃഷ്ണ ഇല്ലാതാകുന്നു. അതായത് ദേവലോകത്തോ രൂപബ്രഹ്മലോകത്തോ അരൂപബ്രഹ്മലോകത്തോ പോലും ജനിക്കാനുള്ള ആഗ്രഹം ഇല്ലാതാകുന്നു. ഇത് ആർക്കാണ് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നത് ഒരു അർഹന്തനാണ്, പരിപൂർണ മുക്തി നേടിയ ഒരു വ്യക്തിക്കാണ്. ആ വ്യക്തി എന്ത് ചെയ്യുന്നു? സഞ്ജ നാനുസന്തി. ആ വ്യക്തി സംഖ്യയെ പിന്തുടരുന്നില്ല. അതായത് ഇവിടെ പറയുന്നത് ഒരു അർഹന്തൻ്റെ സഞ്ജ എന്ന് പറയുന്നത് അനത്തസഞ്ജ ആയി, വിരാഗസഞ്ജ, രാഗമില്ലാത്ത സഞ്ജയായി. ആ സഞ്ജ പ്രജ്ഞയായിട്ട് മാറി. പ്രജ്ഞയായിട്ട് മാറുന്ന സമയത്ത് അത് ഒരു കൺസെപ്റ്റിനെ അംഗീകരിക്കുന്നില്ല. അതായത് പ്രകടസത്യത്തെ അത് അംഗീകരിക്കുന്നില്ല, പരമാർത്ഥ സത്യത്തിലേക്ക് പോകുന്നു. അതുമൂലം ആ വ്യക്തിക്ക് അതിനോട് രാഗമോ ദ്വേഷമോ ആസക്തിയോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതായത് തൻ്റെ തൃഷ്ണ അല്ലെങ്കിൽ അവിദ്യ പരിപൂർണമായിട്ടും നഷ്ടമാക്കി എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദണ്ഡപാണി എന്ന ബ്രാഹ്മണൻ തൻ്റെ തലയൊന്ന് കുലുക്കി, നാവ് ഒന്ന് ചലിപ്പിച്ചു, കൺപുരുകങ്ങൾ ഉയർത്തി. ആ സമയത്ത് അവൻ്റെ നെറ്റിയിൽ 3 രേഖകൾ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ വടിയും ഊന്നി അയാൾ പോയി. സത്യമെന്തെന്നാൽ ദണ്ഡപാണിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. അതുകൊണ്ടാണ് ആ ദണ്ഡപാണി പുരികമുയർത്തിയത്, നെറ്റിയിൽ 3 രേഖകൾ വന്നത്. മനസ്സിലാകാത്തത് കാരണം അദ്ദേഹം തിരിഞ്ഞു നടന്നു. പിന്നെ സായാഹ്ന സമയത്ത് ബുദ്ധൻ തൻ്റെ ധ്യാനത്തിൽ ഉണർന്നതിന് ശേഷം കപിലവസ്തുവിലെ ആശ്രമത്തിലേക്ക് പോയതിന് ശേഷം വിരിച്ച ആസനത്തിൽ ഇരുന്നു. എന്നിട്ട് ഭിക്ഷുക്കളോട് രാവിലെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ഭിക്ഷയ്ക്ക് പോയതും വന്നതിന് ശേഷം വനത്തിൽ പോയതും അവിടെ ദണ്ഡപാണി വന്നതും ചോദ്യം ചോദിച്ചതും ഉത്തരം പറഞ്ഞതും എല്ലാം ബുദ്ധൻ ഭിക്ഷുക്കളോട് പറഞ്ഞു. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു ഭിക്ഷു അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു: കിം വാദി പനബന്ധേ ഭഗവ സദേവകേ ലോകേ സമാരകേ സബ്രഹ്മകേ സമണബ്രഹ്മണീയ പജായ
സദേവ മനുസായ നേ കെഞ്ചിലോകെ വിഘായ തിഷ്ഠതി. ബന്ദേ, ഭഗവാന്റെ ആ വാദം എന്താണ്? ആ വാദത്താൽ ഭഗവാൻ ഈ ലോകത്തിലെ ദേവന്മാരുമായിട്ടോ മാരന്മാരുമായിട്ടോ ബ്രഹ്മന്മാരുമായിട്ടോ ശ്രമണ ബ്രാഹ്മണന്മാരുമായിട്ടോ അല്ലെങ്കിൽ മനുഷ്യരും ദേവന്മാരുമായിട്ടോ വിവാദത്തിൽ ഏർപ്പെടാത്ത ആ വാദം എന്താണ്? കഥഞ്ച പനബന്ധേ ഭഗവന്തം കാമൈഹി വിസംയുക്തം വിഹരന്തം തം ബ്രാഹ്മണം അഗത്തംഖത്തിം ചിന്നക്കുക്കുച്ഛം ഭവാഭവേ വീതതനഹം സഞ്ജ നാനുസന്തീതി. എപ്രകാരമാണ് ഒരു ബുദ്ധൻ അല്ലെങ്കിൽ ബ്രാഹ്മണൻ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വിരക്തനായി സംശയങ്ങൾ ഇല്ലാതെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ മാറ്റിയതിന് ശേഷം ഏതെങ്കിലും ഭവത്തിൽ ജനിക്കണമെന്ന തൃഷ്ണ ഇല്ലാതാക്കിക്കൊണ്ട് ജീവിക്കുന്ന സമയത്ത് ആ സഞ്ജയെ പിന്തുടരാത്തത്? ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്നാൽ, ബുദ്ധൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ ആ വ്യക്തി ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വിരക്തനായി സംശയങ്ങളില്ല, എല്ലാ ഭവതൃഷ്ണകളിൽ നിന്നും മോചിതനായി എങ്കിൽ ആ വ്യക്തി ഒരു അർഹന്തനായി. ആ വ്യക്തിയിൽ സാധാരണ ഒരു വ്യക്തിയിൽ കാണുന്ന സംഖ്യ അത് ഇല്ല എന്നാണ് പറയുന്നത്. അവിദ്യായുക്തമായിട്ടുള്ള സംഖ്യ ആ വ്യക്തിയിലില്ല. ഇനി ഏറ്റവും സംക്ഷിപ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. യഥോ നിദാനം ഭിക്ഷു പുരിസം പപഞ്ചസന്യാ സംഘ സമുദാചരന്തി. ഭിക്ഷു ആ കാരണത്താൽ ആ പുരുഷനെ പപഞ്ചസന്യാ സംഘ സമുദാചരന്തി. ഏതൊരു സംഖ്യ ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടോ അത് പപഞ്ച വിസ്തൃതമായിട്ട് സമുദാചരന്തി വീണ്ടും വീണ്ടും ആ വ്യക്തിയെ ആക്രമിക്കുന്നു. ഈ കാര്യം പറയുന്നത് ഒരു സാധാരണ വ്യക്തിയെ പറ്റിയിട്ടാണ്. ആ വ്യക്തിയുടെ സഞ്ജ അനർത്ഥ സഞ്ജ ആയിട്ടില്ല, രാഗമുള്ള സഞ്ജയാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ആ സഞ്ജ വർദ്ധിച്ചു വരുന്നത്. കാരണം അതിൽ രാഗദ്വേഷത്തിൻ്റെ മൂലങ്ങളുണ്ട്, പാപസഞ്ജയാണ്. അതിനാൽ ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇനി പറയാൻ പോകുന്നത് ഒരു അർഹന്തനെ പറ്റിയിട്ടാണ്. ഏത ചേ നത്തി അഭിനന്ദിതബ്ബം അഭിവാദിതബ്ബം അജോസിതബ്ബം. ആ വ്യക്തി അതിനെ അഭിനന്ദിക്കുന്നില്ല, സ്വാഗതം ചെയ്യുന്നില്ല, ആസക്തനാകുന്നില്ല. അതായത് ഏത് ഒരു പാപസഞ്ജ ഉയരുന്നുവോ അതിൽ ആ വ്യക്തി അഭിനന്ദിക്കുന്നില്ല, ആസക്തനാകുന്നില്ല. അതായത് തൃഷ്ണയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതുമൂലം ആ വ്യക്തിയുടെ ഏസവന്തോ രാഗാനുസയാനം, ഏസവന്തോ പഠികാനുസയാനം, ഏസവന്തോ ദിഷ്ഠാനുസയാനം, ഏസവന്തോ വിചികിച്ഛാനുസയാനം, ഏസവന്തോ മാനാനുസയാനം. ആ വ്യക്തിയുടെ അനുശയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത്, അത് വീണ്ടും വീണ്ടും നമ്മളെ പിന്തുടരുന്നത്, അതാണ് അനുശയൻ. ആ വ്യക്തിയുടെ രാഗാനുശയം പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു, ദ്വേഷാനുശയം ഇല്ലാതാകുന്നു, ദിഷ്ഠി മിഥ്യാദിഷ്ഠി അതിൻ്റെ അനുശയം ഇല്ലാതാകുന്നു, വിചികിച്ഛാനുശയം ഇല്ലാതാകുന്നു, അതായത് സംശയത്തിൻ്റെ അനുശയം, അഭിമാനത്തിൻ്റെ അനുശയം ഇല്ലാതാകുന്നു, ഭവരാഗത്തിനുള്ള അനുശയം ഇല്ലാതാകുന്നു, അവിദ്യാനുശയം ഇല്ലാതാകുന്നു. അതുമൂലം അവൻ വടി ഉപേക്ഷിക്കുന്നു, വാൾ ഉപേക്ഷിക്കുന്നു, കലഹങ്ങളും വിവാദങ്ങളും പ്രശ്നങ്ങളും പരനിന്ദയും ഏഷണിയും നുണകളും അവസാനിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? ആ വ്യക്തിയുടെ സംഖ്യ എന്ന് പറയുന്നത് പ്രജ്ഞയായിട്ട് മാറി. ഇവിടെ സംജ്ഞ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രൂപം നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ചക്ക് വിജ്ഞാനം, അതായത് ആ ചക്ഷുവിൻ്റെ വിജ്ഞാനമാണ് ഉണ്ടാകുന്നത്. സംഖ്യ എന്ന് പറയുന്നത് അതിനെ തിരിച്ചറിയുക എന്ന ജോലിയാണ് സംഖ്യയ്ക്കുള്ളത്. പാലിയിൽ അതിനെ സംജ്ഞ എന്ന് പറയുന്നു, സംസ്കൃതത്തിൽ സംഖ്യ എന്ന് പറയുന്നു. അതിൻ്റെ ജോലി ഇതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതൊരു മനുഷ്യനാണോ മൃഗമാണോ പക്ഷിയാണോ എന്ന്. പക്ഷേ ഈ സമയത്ത് ആ സംഖ്യയിൽ അവിദ്യ ഉണ്ട് എങ്കിൽ അത് കാണുന്നത് സമ്മുതി സത്യം അല്ലെങ്കിൽ പ്രകട സത്യം,
അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആയിരിക്കും. അവിദ്യ ഇല്ല, വിദ്യയാണ് ഉള്ളതെങ്കിൽ അത് കാണുന്നത് ആത്യന്തിക സത്യമായിരിക്കും. അതായത് പ്രജ്ഞ, ഞാനല്ല, എൻ്റെയല്ല, എന്നിലല്ല. അത് കാരണം അവൻ ഒരിക്കലും ബഹളത്തിന് നിൽക്കില്ല, പ്രശ്നത്തിന് നിൽക്കുന്നില്ല. അവൻ്റെ രാഗം, ദ്വേഷം, മോഹം, അതേപോലെ തന്നെ മാനം എല്ലാം നഷ്ടമാകുന്നു. ഇവിടെ മാനം എന്ന് പറയുന്നത് അഭിമാനം, ഞാൻ എന്നൊരു ഭാവം, അത് നഷ്ടമാകുന്നു. യഥേതേ പാപക അകുശല ധമ്മ അപരിശേഷ നിരുജ്ജന്തീതി. ഇവിടെ ഈ തരത്തിലുള്ള പാപകരമായിട്ടുള്ള അകുശലമായിട്ടുള്ള ധർമ്മങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു. അതിൻ്റെ അർത്ഥം തൃഷ്ണ ഇല്ലാതാകുന്ന സമയത്താണ് ഈ അകുശല ധർമ്മങ്ങൾ പരിപൂർണമായിട്ട് ഇല്ലാതാകുന്നത് എന്നാണ് ബുദ്ധൻ ഉദ്ദേശിച്ചത്. ഇതമവോച ഭഗവാൻ ഇപ്രകാരമാണ് പറഞ്ഞത്. ഇത്രയും പറഞ്ഞ് ഭഗവാൻ എഴുന്നേറ്റതിന് ശേഷം തൻ്റെ വിഹാരത്തിലേക്ക് പോയി. ഭഗവാൻ എഴുന്നേറ്റ് പോയതിന് ശേഷമാണ് ഈ ഭിക്ഷുക്കൾക്ക് ഇങ്ങനെ തോന്നിയത്. ഭഗവാൻ വളരെ സംക്ഷിപ്തമായിട്ടാണ് ഈ ഉപദേശം തന്നത്. ഇതിൻ്റെ അർത്ഥം അദ്ദേഹം വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടില്ല. ബുദ്ധൻ പറഞ്ഞ ഈ സംക്ഷിപ്ത വിവരണത്തിൻ്റെ അർത്ഥം വിശദമാക്കി തരാൻ ആർക്കാണ് സാധിക്കുക? അപ്പോഴാണ് ആ ഭിക്ഷുക്കൾക്ക് ഈ ചിന്തയുണ്ടായത്. ബുദ്ധൻ ആയുഷ്മാൻ മഹാകച്ചാനെ വളരെയധികം പ്രശംസിക്കാറുണ്ട്. തൻ്റെ ഭിക്ഷുക്കളിൽ അദ്ദേഹം വളരെ പ്രജ്ഞാവാനാണെന്ന് പറയാറുണ്ട്. ചുരുക്കി പറയുന്ന കാര്യങ്ങളെ വിസ്തരിച്ച് പറയാൻ ആയുഷ്മാൻ മഹാകച്ചാന് പ്രത്യേക ഒരു കഴിവുണ്ട്. അതിനാൽ ബുദ്ധൻ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെ വിസ്തരിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. അതിനാൽ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഈ കാര്യങ്ങളെപ്പറ്റി നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പോൾ ആ ഭിക്ഷുക്കൾ മഹാകച്ചാനൻ്റെ അടുത്ത് പോയി അഭിവാദ്യം ചെയ്തു. കുറച്ച് കുശലപ്രശ്നങ്ങൾ ചോദിച്ചു. അഭിവാദ്യവും അതേപോലെ തന്നെ കുശലപ്രശ്നങ്ങളും കഴിഞ്ഞതിന് ശേഷം ആ ഭിക്ഷുക്കൾ ഒരു വശത്ത് ഇരുന്നു. അവർ ആയുഷ്മാൻ മഹാകച്ചാനോട് നടന്ന കാര്യങ്ങൾ എല്ലാം തന്നെ വിവരിച്ചു. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല, നേരത്തെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ദയവ് ചെയ്ത് ആയുഷ്മാൻ മഹാകച്ചാനൻ ഇതിനെ വിശദീകരിച്ചു തന്നാലും എന്ന് അവർ അഭ്യർത്ഥിച്ചു. അപ്പോൾ മഹാകച്ചാനൻ അവരോടിങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കരുതുക, ഒരു വ്യക്തിക്ക് മരത്തിൻ്റെ കാതൽ വേണം. മരത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് മരത്തിൻ്റെ ഉള്ളിലുള്ള ആ കടുത്ത തടി. അതുകൊണ്ടാണ് നമ്മൾക്ക് പലതരം വസ്തുക്കൾ ഉണ്ടാക്കാൻ സാധിക്കുക. അതിനെയാണ് കാതൽ എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് മരത്തിൻ്റെ കാതൽ വേണം. അങ്ങനെ കാതലിന് വേണ്ടി ആ വ്യക്തി അലയുന്ന സമയത്ത് ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലേക്ക് അവർ എത്തിച്ചേരുന്നു. അതിൽ നല്ല കാതലുണ്ട്. എന്നാൽ അവർ ആ വേരും തടിയും വിട്ടതിന് ശേഷം ആ മരത്തിൻ്റെ കാതൽ ഇലകളിലും അതേപോലെ തന്നെ കമ്പുകളിലും തേടുന്നത് പോലെയാണ്. അതുപോലെയാണ് ആയുഷ്മാന്മാർ ചെയ്തത്. നിങ്ങൾ ബുദ്ധൻ്റെ മുൻപിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ വിട്ടതിന് ശേഷം നിങ്ങൾ ഈ കാര്യങ്ങളെപ്പറ്റി എന്നോടാണ് ചോദിക്കുന്നത്. എന്തെന്നാൽ അദ്ദേഹം ബുദ്ധനാണ്. അദ്ദേഹം എല്ലാം കാണുന്നു, അറിയുന്നു. അദ്ദേഹമാണ് ചക്ഷു, അദ്ദേഹമാണ് ജ്ഞാനം, അദ്ദേഹമാണ് ധമ്മം, അദ്ദേഹമാണ് ബ്രഹ്മം, അദ്ദേഹമാണ് വ്യാഖ്യാനിക്കുന്നത്, അദ്ദേഹമാണ് വിശദമാക്കി പറയുന്നത്, അദ്ദേഹമാണ് അമൃത് പകരുന്നത്, അദ്ദേഹമാണ് ധർമ്മരാജാവ്, തഥാഗതൻ. ആ സമയത്ത് നിങ്ങൾ ഈ കാര്യം ബുദ്ധനോട് ചോദിക്കേണ്ടിയിരുന്നു. എന്നിട്ട് ബുദ്ധൻ പറഞ്ഞത് നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കണമായിരുന്നു. ബുദ്ധൻ എപ്പോഴും ഉപദേശം കഴിഞ്ഞതിന് ശേഷം അല്പസമയത്ത് ഇരിക്കും. ആരെങ്കിലും ചോദ്യം ചോദിക്കുന്നുണ്ടോ എന്ന് നോക്കും. ആരും ചോദിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം എഴുന്നേറ്റ് പോകുമായിരുന്നു. അപ്പോൾ ഭിക്ഷുക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, തീർച്ചയായും അദ്ദേഹം തന്നെയാണ് ബുദ്ധൻ. അദ്ദേഹം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു. അദ്ദേഹമാണ് കാഴ്ച, അദ്ദേഹമാണ് അറിവ്, അദ്ദേഹമാണ് ധർമ്മം, അദ്ദേഹമാണ് ബ്രഹ്മം, അദ്ദേഹമാണ് ശാസ്താവ്, അദ്ദേഹമാണ് വ്യാഖ്യാനിക്കുന്നത്, അദ്ദേഹമാണ് വിശദമായിട്ട് അർത്ഥം പറഞ്ഞു തരുന്നത്, അദ്ദേഹമാണ് അമൃത് തരുന്നത്, അദ്ദേഹമാണ് ധർമ്മത്തിൻ്റെ രാജാവ്, തഥാഗതൻ. ആ സമയത്ത് ഞങ്ങൾ
ബുദ്ധനോട് അതിനെപ്പറ്റി ചോദിക്കേണ്ടിയിരുന്നതായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അതിനെ ഓർക്കേണ്ടതായിരുന്നു. എന്നിരുന്നു കഴിഞ്ഞാലും മഹാകച്ചാനെ ഭഗവാൻ ബുദ്ധൻ പ്രശംസിച്ചിട്ടുണ്ട്, ബുദ്ധിമാൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധൻ ചുരുക്കി പറഞ്ഞ ഈ പ്രസ്താവനയുടെ അർത്ഥം വിശദമാക്കി തരാൻ താങ്കൾക്ക് കഴിവുണ്ട്. താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇതിനെപ്പറ്റി വിവരിച്ചു തന്നാലും. മിത്രങ്ങളെ, ശരി, ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഞാൻ പറയാൻ. ശരി മിത്രമേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ആയുഷ്മാൻ മഹാകച്ചാനൻ ഇങ്ങനെ പറഞ്ഞു: മിത്രങ്ങളെ, ഭഗവാൻ ഈ വളരെ ചെറിയ ഒരു ഉപദേശമാണ് നൽകിയത്. എന്നിട്ട് അതിനെ വിശദീകരിക്കാതെ അദ്ദേഹം പോയി. യതോ നിദാനം ഭിക്ഷു പുരിസം പപഞ്ചസന്യസംഘ സമുദാചരന്തി. ഭിക്ഷുക്കളെ, ഒരു പുരുഷൻ്റെ പപഞ്ചസന്യാസംഘ സംഖ്യയുടെ ആ കൂട്ടം വർദ്ധിക്കുന്ന സമയത്ത് അത് ആ വ്യക്തിയെ ആക്രമിക്കുന്നു. ആ സംഖ്യ കൊണ്ട് തീരുമാനം എടുക്കുന്ന കാരണം ആ വ്യക്തിയെ അത് ആക്രമിക്കുന്നു. യഥാചേ നത്തി അഭിനന്ദിതബ്ബം അഭിവാദിതബ്ബം അജോസിതബ്ബം. എന്നാൽ അവർ ഇതിനെ അഭിനന്ദിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല, അതിൽ ആസക്തനാകുന്നില്ല എങ്കിൽ ഇതിൽ നിന്ന് ഉണ്ടാകുന്ന രാഗാനുസയം നഷ്ടമാകുന്നു, ദ്വേഷാനുസയം നഷ്ടമാകുന്നു, ദിഠി, വിചികിത്സ, മാനം, ഭവരാഗം, അവിദ്യ, ഇതിൻ്റെ എല്ലാം അനുശയം പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു. അവർ വടി, അതേപോലെ തന്നെ വാൾ, വഴക്ക്, വാഗ്വാദം, പ്രശ്നങ്ങൾ, നിന്ദ, ഏഷണി, നുണ ഇവ പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു. എത്തേത പാപക അകുശല ധമ്മ അപരിശേഷ നിരുജ്ജന്തീതി. എവിടെ പാപകരമായിട്ടുള്ള അകുശല ധർമ്മങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നുവോ, ഇമസ കോ അഹം ആവസോ ഭഗവത സംഗീതേന ഉദ്ദേശസ ഉദ്ധിട്ടസ വിത്താരേണ അർത്ഥം അവിഭക്തസ ഏവം വിത്താരേണ അർത്ഥം ആജാനാമി. മിത്രങ്ങളെ, ഭഗവാൻ ചുരുക്കി പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളുടെ അർത്ഥം, അതിൻ്റെ വിസ്തൃതപൂർണമായിട്ടുള്ള അർത്ഥം ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ പാപക അകുശല ധർമ്മ അത് പരിപൂർണമായിട്ടും ഇല്ലാതാവുന്നു. ഇവിടെ പാപക അകുശല ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതെല്ലാം ധർമ്മത്തിന് പിന്നിൽ രാഗമുണ്ടോ, ദ്വേഷമുണ്ടോ, മോഹമുണ്ടോ, മാനമുണ്ടോ, ദിഠിയുണ്ടോ, അതെല്ലാം അകുശല ധർമ്മമാണ്, പാപക ധർമ്മമാണ്, പാപമുള്ള ധർമ്മമാണ്. ചക്കുഞ്ചാവസോ പഠിച്ച രൂപേച ഉപജ്ജതി ചക്കുവിജ്ഞാനം. കണ്ണിനെയും രൂപത്തെയും ആശ്രയിച്ചിട്ടാണ് ചക്ഷുവിജ്ഞാനം ഉണ്ടാകുന്നത്. അതായത് കണ്ണിൽ രൂപം പതിക്കുന്ന സമയത്താണ് ചക്ഷു വിജ്ഞാനം ഉണ്ടാകുന്നത്. തിണ്ണം സംഗതി ഫസ്സോ. അത് മൂന്നും കൂടിച്ചേരുന്ന സമയത്താണ് സ്പർശമുണ്ടാകുന്നത്. ഫസ്സപച്ചയ വേദന. സ്പർശത്തിൽ നിന്നാണ് വേദനയുണ്ടാകുന്നത്. യം വേദേതി തം സഞ്ജാനാതി. ഏതിനെ അനുഭവിക്കുന്നോ അതിനെ അറിയുന്നു. യം സഞ്ജാനാതി തം വിദക്കേതി. ഏതിനെ അറിയുന്നോ അതിനെപ്പറ്റി ചിന്തിക്കുന്നു. യം വിദക്കേതി തം പപഞ്ചേതി. ഏതിനെപ്പറ്റി ചിന്തിക്കുന്നുവോ അത് വർദ്ധിക്കുന്നു. യം പപഞ്ചേതി തതോ നിദാനം പുരുഷം പപഞ്ചസന്യാസംഘ സമുദാചരന്തി. ഏതൊന്ന് വർദ്ധിക്കുന്നുവോ അതുമൂലം ആ വ്യക്തിയെ ആ പപഞ്ചസന്യാസംഘ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആ വ്യക്തിയെ കീഴ്പ്പെടുത്തുന്നു. അതിദാനാഗത പച്ചുപ്പന്നേസു ചക്രവിന്യായേസു രൂപേസു. ഭൂതത്തിലും ഭാവിയിലും വർത്തമാനത്തിലും ആ രൂപത്തിൻ്റെ ചക്ഷുവിജ്ഞാനത്തിൽ നിന്ന് ഇങ്ങനെ സംഭവിക്കുന്നു. ചക്ഷു രൂപമായിട്ട് സ്പർശിക്കുന്ന സമയത്ത് സ്പർശം ഉണ്ടാകുന്നു, അതിൽ നിന്ന് വേദനയുണ്ടാകുന്നു. വേദനയാൽ അതിനെ നമ്മൾ അറിയുന്നു. അറിഞ്ഞതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നു. ചിന്തിക്കുന്ന സമയത്ത് ഏതൊന്ന് ചിന്തിച്ചോ അത് വർദ്ധിക്കുന്നു.
പപഞ്ചേതി. അങ്ങനെ വർദ്ധിക്കുന്ന സമയത്ത് അതുമൂലം ആ പുരുഷന് സംജ്ഞ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സംഖ്യ ആ വ്യക്തിയെ കീഴ്പ്പെടുത്തും. അത് ഭൂതത്തിലും വർത്തമാനത്തിലും ഭവിഷ്യത്തിലുമുള്ള കണ്ണും അതേപോലെ തന്നെ രൂപവും ചേർന്നുള്ള ആ വിജ്ഞാനത്തിൽ നിന്ന് ഇത് തന്നെയാണ് സംഭവിക്കുക. ഇനി ഈ കാര്യം തന്നെ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളിലും ആവർത്തിക്കുന്നു. അതിനാൽ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. സോതഞ്ചാവസോ പഠിച്ച സദ്ധേജ ഉപജ്ജതി സോതവിജ്ഞാനം. കാതിൽ ശബ്ദം കേൾക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ശ്രോതവിജ്ഞാനം ഉണ്ടാകുന്നു. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. മൂക്കിൽ ഗന്ധം സ്പർശിക്കുന്ന സമയത്ത്, നാവിൽ രസം സ്പർശിക്കുന്ന സമയത്ത്, ശരീരത്തിൽ സ്പർശം ഉണ്ടാകുന്ന സമയത്ത്, മനഞ്ചാവസോ പഠിച്ച ധമ്മേ ച ഉപജ്ജതി മനോവിജ്ഞാനം. മനസ്സിൽ ധർമ്മം ഉണ്ടാകുന്ന സമയത്ത് മനോവിജ്ഞാനം ഉണ്ടാകുന്നു. തിണ്ണം സംഗതി ഫസ്സോ, മൂന്നും കൂടി കൂടിച്ചേരുന്ന സമയത്താണ് സ്പർശമുണ്ടാകുന്നത്. ഫസ്സപച്ചയ വേദന, സ്പർശത്തിൽ നിന്ന് വേദനയുണ്ടാകുന്നു അല്ലെങ്കിൽ അനുഭവമുണ്ടാകുന്നു. യം വേദേതി തം സഞ്ജാനാതി, ഏതൊന്നിനെ അനുഭവിക്കുന്നോ അതിനെ അറിയുന്നു. യം സഞ്ജാനാതി തം വിതക്കേതി, ഏതൊന്നിനെ അറിയുന്നോ അതിനെപ്പറ്റി വിതർക്കം ചെയ്യുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു. യം വിതക്കേതി തം പപഞ്ചേതി, ഏതൊന്നിനെ പറ്റി ചിന്തിക്കുന്നോ അത് വർദ്ധിക്കുന്നു. യം പപഞ്ചേതി തഥോ നിദാനം പുരുഷം പപഞ്ചസന്യാസംഘ സമുദാചരന്തി, ഏതൊന്ന് വർദ്ധിക്കുന്നുവോ ആ വർദ്ധിക്കുന്ന സന്യാസംഘ ആ വ്യക്തിയെ കീഴ്പ്പെടുത്തുന്നു. അതീതാനാഗത പച്ചുപ്പന്നേസു മനോവിന്യായേസു ധമ്മേസു, ഇത് ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലുമുണ്ടാകുന്ന മനസ്സ് ധർമ്മവുമായിട്ട് കൂടിച്ചേരുന്ന ആ മനോവിജ്ഞാനത്തിൽ നിന്ന് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. സോവതാവസോ ചക്കുസ്മിം സതി രൂപേ സതി ചക്കുവിജ്ഞാനേ സതി ഫസ്സപഞ്ഞത്യം പഞ്ഞാപേ സതീതി. മിത്രങ്ങളെ, എവിടെ കണ്ണിൽ നമ്മുടെ ശ്രദ്ധയുണ്ടോ, രൂപത്തിൽ ശ്രദ്ധയുണ്ടോ, ചക്കു വിജ്ഞാനത്തിൽ ശ്രദ്ധയുണ്ടോ അല്ലെങ്കിൽ സതിയുണ്ടോ, അപ്പോൾ ഫസ്സപഞ്ഞത്യം, അപ്പോൾ അവിടെ സ്പർശം എന്നാ പറയുന്ന പഞ്ഞത്തി ഉണ്ട്. ആ പഞ്ഞാപേതിയിൽ സതിയുണ്ട്. ഇത് വളരെ ഗഹനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഈ പഞ്ഞത്തി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്നത് കൺസെപ്റ്റ് എന്നാണ്. അതായത് പ്രകടസത്യം എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം, പരമാർത്ഥ സത്യമല്ല. കൺസെപ്റ്റ്, ഐഡിയ എന്ന് പറയുന്നത്. ഫസ്സപഞ്ഞത്തീയ സതി വേദനാപഞ്ഞത്യം പഞ്ഞാപേ സതീതി. ആ സ്പർശപഞ്ഞത്തിയിൽ ജാഗ്രത ഉണ്ടാകുന്ന സമയത്താണ് വേദനാപഞ്ഞത്തി ഉണ്ടാകുന്നത്. വേദനാപഞ്ഞത്തീയ സതി സംജ്ഞാപഞ്ഞത്യം പഞ്ഞാപേ സതീതി. വേദനാപഞ്ഞത്തിയിൽ നിന്നാണ് സംജ്ഞാപഞ്ഞത്തി ഉണ്ടാകുന്നത്. സംജ്ഞാപഞ്ഞത്യ സതി വിതർക്കപഞ്ഞത്യം, ആ സംജ്ഞാപഞ്ഞത്തിയിൽ നിന്നാണ് വിതർക്കപഞ്ഞത്തി ഉണ്ടാകുന്നത്. വിതർക്കപഞ്ഞത്യ സതി പപഞ്ചസന്യാ സംഘാസമുദാചരണ പഞ്ഞത്യം പഞ്ഞപ്പേ സതീതി. ആ വിതർക്കപഞ്ഞത്തിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്താണ് അവിടെ സന്യാസംഘ പപഞ്ച്, അതായത് ഈ സന്യാസംഖ്യ വർദ്ധിപ്പിക്കുന്നത്. അത് കാരണം നമ്മളെ കീഴ്പ്പെടുത്തുന്നതായിട്ട് തോന്നുന്നത്. ഇനി ഇതേപോലെ തന്നെയാണ് കാതിലും ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളിലെല്ലാം പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ചെവിയിൽ ശബ്ദം, മൂക്കിൽ ഗന്ധം, നാവിൽ രസം, ശരീരത്തിൽ സ്പർശം, മനസ്സിൽ ധർമ്മം ഉണ്ടാകുന്ന സമയത്ത് മനസ്മിം സതി ധമ്മേ സതി മനോവിജ്ഞാനേ സതി ഫസ്സപഞ്ഞത്യം പഞ്ഞാപേ സതീതി. മനസ്സിൽ ധർമ്മത്തിൽ മനോവിജ്ഞാനത്തിൽ സതി ഉണ്ടെങ്കിൽ ഫസ്സപഞ്ഞത്തി ഉണ്ടാകും അല്ലെങ്കിൽ സ്പർശ പഞ്ഞത്തി ഉണ്ടാകും. പഞ്ഞത്തി എന്ന വാക്കിൻ്റെ അർത്ഥം കൺസെപ്റ്റാണ്, അത് ആത്യന്തിക സത്യമല്ല. ഫസ്സപഞ്ഞത്യ സതി വേദനാപഞ്ഞത്യം, സ്പർശ പഞ്ഞത്തിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് വേദനാപഞ്ഞത്തി ഉണ്ടാകുന്നു. വേദനപഞ്ഞത്തിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് സംജ്ഞാപഞ്ഞത്തി ഉണ്ടാകുന്നു, സംഖ്യ. സംജ്ഞാപഞ്ഞത്തിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് വിതർക്കപഞ്ഞത്തി ഉണ്ടാകുന്നു. ഇതെല്ലാം കൺസെപ്റ്റാണ്. വിതർക്കപഞ്ഞത്യ സതി പപഞ്ചസന്യാസംഘ സമുദാചരണ പഞ്ഞത്തി.
അങ്ങനെ വിതർക്ക പന്യത്തിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്താണ് ആ സന്യാസംഘ വിസ്തൃതമാകുന്നത്. അതുകൊണ്ടാണ് നമ്മളെ കീഴ്പ്പെടുത്തുന്നതായിട്ട് നമ്മൾക്ക് തോന്നുന്നത്. അതായത് തൃഷ്ണയുണ്ടാകുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആകുശല ധർമ്മങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇനി ഇതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് അടുത്ത് പറയുന്നത്. സോവതാവസോ ചക്കുസ്മിം അസതി രൂപേ അസതി ചക്കുവിജ്ഞാനെ അസതി. നമ്മൾ കണ്ണിൽ ശ്രദ്ധിക്കുന്നില്ല, രൂപത്തിൽ ശ്രദ്ധിക്കുന്നില്ല, ചക്ഷു വിജ്ഞാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഫസ്സ പഞ്ഞത്തി ഉണ്ടാകുന്നില്ല, സ്പർശം എന്ന ആ പഞ്ഞത്തി ഉണ്ടാകുന്നില്ല. ഇവിടെയും കൺസെപ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. പഞ്ഞത്തി ഫസ്സ പഞ്ഞത്തിയ അസതി വേദനാ പഞ്ഞത്തി. സ്പർശപന്യത്തിയിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് വേദനാ പഞ്ഞത്തി ഉണ്ടാകുന്നില്ല. വേദനാ പഞ്ഞത്തിയ അസതി സംജ്ഞാപഞ്ഞത്തി. വേദനാ പഞ്ഞത്തിയിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് സംജ്ഞാപഞ്ഞത്തി ഉണ്ടാകുന്നില്ല. സംജ്ഞാപഞ്ഞത്തിയ അസതി വിതക്ക പഞ്ഞത്തി. സംജ്ഞാപഞ്ഞത്തിയിൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് വിതക്ക പഞ്ഞത്തി ഉണ്ടാകുന്നില്ല. വിതക്ക പഞ്ഞത്തിയ അസതി പ്രപഞ്ചസഞ്ജ്ഞാ സംഘാ സമുദാചരണ പഞ്ഞത്യം പഞ്ഞപ്പേ സതീതി നേതം ഠാനം വിജ്ജതി. നമ്മൾ വിതക്ക പഞ്ഞത്തിയിൽ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സംജ്ഞാ സംഘ അത് വിസ്തൃതമാകുന്നതിനെ, നമ്മളെ കീഴടക്കുന്നതിൽ നിന്ന് നമ്മൾക്ക് തടയാൻ സാധിക്കും. ഇനി ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെ പറ്റി പറയുന്നത്. കാതില്ല, ശബ്ദമില്ല, ഘ്രാണമില്ല, ഗന്ധമില്ല, നാവില്ല, രുചിയില്ല, ശരീരമില്ല, സ്പർശമില്ല. അതായത് അവിടെയൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അസതി. മനസ്മിം അസതി ധമ്മേ അസതി. അതായത് മനസ്സിൽ നമ്മൾ ജാഗ്രത പുലർത്തുന്നില്ല. ധർമ്മത്തിൽ അസതി. ധർമ്മത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തുന്നില്ല. മനോവിജ്ഞാനം അസതി. മനോവിജ്ഞാനത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഫസ്സ പഞ്ഞത്തി ഉണ്ടാകുന്നില്ല. പഞ്ഞത്തി എന്ന് പറയുന്ന സമയത്ത് കൺസെപ്റ്റ് ഉണ്ടാകുന്നില്ല. ഫസ്സ പഞ്ഞത്തി ഇല്ലാതാകുന്ന സമയത്ത് വേദനാ പഞ്ഞത്തി ഇല്ലാതാകുന്നു. വേദനാ പഞ്ഞത്തിയിൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് സംജ്ഞാപഞ്ഞത്തി ഇല്ലാതാകുന്നു. സംജ്ഞാപഞ്ഞത്തിയിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് വിതക്ക പഞ്ഞത്തി നമ്മൾക്ക് ഇല്ലാതാവുന്നു. വിതക്ക പഞ്ഞത്തിയിൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് പ്രപഞ്ചസഞ്ജ്ഞാ സംഘാ സമുദചരണ പഞ്ഞത്യം. അതായത് ആ സംജ്ഞാ സംഘ പ്രപഞ്ചം വിസ്തൃതമാകുന്നില്ല, നമ്മളെ ആക്രമിച്ച് കീഴടത്തുന്നില്ല. ഇതാണ് ബുദ്ധൻ പറഞ്ഞ ആ ചെറിയ പ്രസ്താവനയുടെ വിസ്താരമായിട്ടുള്ള വർണ്ണനം. ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ബുദ്ധൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കാം ഇതിനെപ്പറ്റി. അതിനുശേഷം ബുദ്ധൻ പറഞ്ഞ പ്രകാരം നിങ്ങൾക്ക് അതിനെ ഓർമ്മിക്കാം. അപ്പോൾ ആ ഭിക്ഷുക്കൾ മഹാകച്ചാനൻ പറഞ്ഞതിനെ സമ്മതിച്ചു. അതിനുശേഷം അവർ എഴുന്നേറ്റ് ബുദ്ധൻ്റെ അടുത്ത് പോയി. അടുത്ത് പോയതിന് ശേഷം മഹാകച്ചാനൻ പറഞ്ഞ എല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. ഇനി വീണ്ടും പഴയതിൻ്റെ തന്നെ ആവർത്തനമാണ്, വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, മഹാകച്ചാനൻ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ അർത്ഥം വളരെ വിശദമായിട്ട് അനേകം വാക്കുകളോടും വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. മഹാകച്ചാനൻ വളരെ പണ്ഡിതനാണ്. ഭിക്ഷുക്കളെ, അദ്ദേഹം വളരെ പ്രജ്ഞാവാനാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ മഹാകച്ചാനൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇതിനെ വിശദീകരിച്ച് തരിക. ഇതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഈ രീതിയിൽ തന്നെ അതിനെ ഓർമ്മിക്കണം. ബുദ്ധൻ ഇപ്രകാരം പറഞ്ഞ സമയത്ത് ആനന്ദൻ ബുദ്ധനോട് ഇപ്രകാരം പറഞ്ഞു, ബന്ധേ, ഒരു വിശന്ന് വലഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു തേനിൻ്റെ കേക്ക് കിട്ടി. അവർ അതിനെ എവിടെ നിന്ന് രുചിച്ചാലും അവർക്ക് അതിൽ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു രുചിയായിരിക്കും ലഭിക്കുക, ആസ്വാദ്യകരമായിട്ടുള്ള മണമായിരിക്കും അവർക്ക് ലഭിക്കുക. അതുപോലെ തന്നെ ഏതൊരു സത്യസന്ധനായിട്ടുള്ള കഴിവുള്ള ഒരു ഭിക്ഷു ഈ ഉപദേശത്തെ എവിടെ നിന്ന് പരിശോധിച്ചു കഴിഞ്ഞാലും അവർക്ക് സന്തോഷവും അതേപോലെ തന്നെ വ്യക്തതയും ഉണ്ടാകും. ബന്ധേ, ഈ ഉപദേശത്തിൻ്റെ പേരെന്താണ്? ആനന്ദ, ഈ ഉപദേശത്തെ മധുപിണ്ഡക എന്ന പേര് കൊടുത്തുകൊണ്ട് ഓർമ്മിക്കാവുന്നതാണ്. ഇതാണ് ബുദ്ധൻ പറഞ്ഞത്. അങ്ങനെ ആനന്ദൻ തൃപ്തനായി, ഭഗവാൻ പറഞ്ഞതിൽ സന്തോഷവാനായി. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെ ആനന്ദൻ അഭിനന്ദിച്ചു. മധുപിണ്ഡിക സൂക്തം അവസാനിച്ചു.
ഇതേപോലെയുള്ള കൂടുതൽ സൂക്തങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇനി അല്പനേരം നമ്മൾക്ക് പുണ്യവിതരണം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികൾ ആകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖം സന്തോഷം ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.